കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന ആ വാത്സല്യ ദൈവമക്കൾക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹാവന്ദനങ്ങൾ അറിയിക്കുന്നു. 2026 ആഗസ്റ്റ് മാസം 2-ാം തീയതി വിശുദ്ധ സഭായോഗമായി വീട്ടിലെ സഭ എന്ന നിലയിൽ നിങ്ങൾക്ക് കൂടിവരുവാൻ കർത്താവ് തന്ന കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം. വീട്ടിലെ സഭയെന്ന് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ഒരു പ്രയാസം തോന്നാം. ഒരു പ്രയാസവും തോന്നണ്ട, പുസ്തകത്തിൽ അങ്ങനെ ഉണ്ട്. വീട്ടിലെ സഭയെന്നുണ്ട് പുസ്തകത്തിൽ. ഇത് വചനം വായിച്ച് പഠിക്കുന്നവർക്ക് അറിയാം, അല്ലാത്തവർക്ക് ഒന്നും അറിയത്തില്ല, അതും അറിയത്തില്ല, അല്ല എന്താ പറയുക. അപ്പോൾ വീട്ടിലെ സഭയായി ഞങ്ങൾക്ക് കടന്നു വരാൻ കർത്താവ് തന്നു. കർത്താവ് പറഞ്ഞ ഒരു കാര്യം, 2-3 പേർ, ഇപ്പോൾ 2 പേരുണ്ടെങ്കിലും സഭയായി. 20 പേരും 2000 പേരും പിന്നെ 20,000 പേരും 2 ലക്ഷം പേരും ഒക്കെ കൂടി വരുന്ന ചർച്ചകൾ ഈ ഭൂമിയിലുണ്ട്. ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. നിങ്ങൾ കൂടി വരുന്നത് നന്മയ്ക്കല്ല തിന്മയ്ക്കത്രയെന്ന് കൊരിന്ത്യർ ലേഖനം പഠിപ്പിക്കുന്നു. കൂടി വരുന്നത് നന്മയ്ക്കായി തീരണമെങ്കിൽ ദൈവവചന വ്യവസ്ഥ പ്രകാരം കൂടി വരണം. പുതിയ നിയമസഭയുടെ ആവിർഭാവം പ്രവൃത്തി 2. പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചപ്പോൾ രക്ഷിക്കപ്പെട്ടു വന്ന 3000 പേര് പുതിയ നിയമസഭയുടെ ആദ്യത്തെ ഗ്രൂപ്പ്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോകും. 2-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ആരാ? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് വരുന്നവരാണ് രക്ഷിക്കപ്പെടുന്നവർ. അവരെ കർത്താവ് തൻ്റെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഇനി എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്? പെടാത്ത ബീജമാകുന്ന ദൈവവചനം ഉള്ളിൽ വീണ് മാനസാന്തരം, ബോണഗെയിൻ, വീണ്ടും ജനനം, ഈ അനുഭവത്തിലാണ് രക്ഷിക്കപ്പെടുക. അതിനൊക്കെ ഒത്തിരി ആ കാര്യത്തെക്കുറിച്ച് ഇനി പറയാനുള്ള നിയോഗം എനിക്കിപ്പോൾ ഇല്ല. അതുകൊണ്ട് ഓരോ സമയങ്ങളിൽ നമ്മൾ ഓരോ വിഷയങ്ങൾ എടുത്ത് പറയുന്നു. അത് സ്തോത്രം, അതിൽ മാത്രം ഫോക്കസ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വചനത്തിലൂടെ ലിങ്ക് ചെയ്ത് പഠിക്കുന്ന വാക്യങ്ങൾ നമ്മൾ പഠിക്കാനിടയായിത്തീരും. അപ്പോൾ അങ്ങനെ സ്തോത്രം, പുതിയ നിയമസഭ എന്നുള്ളത് കർത്താവിൻ്റെ വചനവ്യവസ്ഥ പ്രകാരം കൂടി വരുന്നവരാണ്. അപ്പോസ്തലന്മാരുടെ ഉപദേശപ്രകാരം കൂടി വരുന്ന സഭകളാണ് പുതിയ നിയമസഭ. അതേത് നാമത്തിൽ നിന്നാലും ഉപദേശം അതല്ലെങ്കിൽ നമുക്കതിനെ അംഗീകരിക്കാൻ പറ്റത്തില്ല. നമ്മളെന്നല്ല, കർത്താവ് അത് അംഗീകരിക്കത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് കിട്ടിയ പരിജ്ഞാനം. ലോകത്ത് ആയിരക്കണക്കിന് സഭകളുണ്ടെന്ന് പറയുന്നു, ആയിരക്കണക്കിന്, 10,000-കണക്കിന്. ഇതെല്ലാം ദൈവവചന വ്യവസ്ഥപ്രകാരമാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്നാൽ ഒന്നറിയാം, കർത്താവ് തൻ്റെ സഭയ്ക്ക് വേണ്ടി രക്തം ചിന്തി, തൻ്റെ സഭയ്ക്ക്, ശരീരമാം സഭ, കെട്ടിടമാം സഭ, സ്തോത്രം, തൻ്റെ കാന്തയായ മണവാട്ടിയായ സഭ. പൗലോസിൻ്റെ 3 പഠിപ്പിക്കലിൽ സഭ ക്രിസ്തുവിൻ്റെ ശരീരം, സഭ കെട്ടിടം, സഭ മണവാട്ടി അല്ലെങ്കിൽ കന്യക. ഈ അനുഭവത്തിൽ വരുന്ന സഭകളെ ദൈവം അംഗീകരിക്കത്തുള്ളൂ. അല്ലാതെയൊക്കെ കൂടി വരുന്നവർ കഞ്ഞിയൊക്കെ കുടിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ നേടി പോകാമെന്നല്ലാതെ അതുകൊണ്ട് വലിയ പ്രയോജനങ്ങളുണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. വാത്സല്യ ദൈവമക്കളെ, ഇതൊരു വിമർശനമല്ല, വിലയിരുത്തലാണ്, പഠിപ്പിക്കലാണ്. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. സഭ ശരീരമാണെങ്കിൽ തലയായ ക്രിസ്തുവിൽ നിന്നുള്ള ഉപദേശം തന്നെ ശരീരമാം സഭ സ്വീകരിച്ച് ജീവിക്കണം. അങ്ങനെ ആ ഉപദേശങ്ങൾ സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ തലയോളം, ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവോളം സഭകൾ വളരണം. അങ്ങനെ ഒരു അനുഭവം വളരെ വിരളമായിട്ടേ കാണുന്നുള്ളൂ. ഉപജീവന മാർഗമായി ഓരോ പ്രസ്ഥാനങ്ങൾ സഭകളെ വളർത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ അതിയായ വേദനയുണ്ട്, ദുഃഖമുണ്ട്. സ്തോത്രം. സഭ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിശുദ്ധ സംഘമാണ്, ഒരു കൂട്ടമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സഭ കച്ചവടച്ചരക്കായി മാറി. സഭ ധനസമ്പാദനത്തിനുള്ള മാർഗമായി മാറി. കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ സംഭവിച്ചത് എന്താ? പ്രബലപ്പെട്ടു നിന്ന യഹൂദമതം. കർത്താവ് എന്താ പറഞ്ഞത്? എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളിതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. ഇന്ന്
പുതിയ നിയമസഭ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അതേ നിലവാരത്തിലേക്ക് താണുപോയോ, ജീർണിച്ചു പോയോ, നശിച്ചു പോയോ എന്ന് ഞാൻ സംശയിച്ചുകൊണ്ടിരിക്കുകയാണ് വാത്സല്യ ദൈവമക്കളെ. വലിയ വേദനയോടെ പറയുക. അതുകൊണ്ട് നമുക്ക് യഥാർത്ഥമായ ആ അപ്പോസ്തല ഉപദേശത്തിലേക്കൊന്ന് മടങ്ങി വരണം. സഭകളെല്ലാം ആ ഉപദേശത്തിലേക്ക് മടങ്ങി വരണം. അല്ലെങ്കിൽ സഭയ്ക്ക് ഉൽപ്രാവണമില്ല, ഉയർപ്പില്ല. 100% ക്ലാരിറ്റിയോടെ പറയുന്ന കാര്യമായി. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് വന്ന കർത്താവിൻ്റെ ശരീരമാം സഭയ്ക്ക് മാത്രമേ ഉയർപ്പുള്ളൂ, രൂപാന്തരമുള്ളൂ. അല്ലാത്തവർക്കൊക്കെ കഞ്ഞി കുടിച്ചും കാറ് മേടിച്ചും വീട് മേടിച്ചും ധനം സമ്പാദിച്ചും ഏക്കർ കണക്കിന് തോട്ടങ്ങൾ വാങ്ങിയും ഈ ലോകത്തിൻ്റെ ഭൗതിക അനുഗ്രഹങ്ങൾ വാരിക്കോരി കൂട്ടി അവസാനം നിത്യമായ നാശത്തിലേക്ക് പോകാം. അതുകൊണ്ട് മയോ ഇല്ല, മായോ ഇല്ല, ഉള്ളതൊക്കെ ഉള്ളതുപോലെ പറഞ്ഞ് അങ്ങോട്ട് മുമ്പോട്ട് പോകുക. കേരളം വെള്ളം മുക്കിക്കൊണ്ടിരിക്കുക. ആസാം വെള്ളം മുക്കിക്കഴിഞ്ഞു. സ്പെയിൻ ആഭ്യന്തര കലഹം നിമിത്തം കത്തുന്നു. ഫ്രാൻസും ചില രാജ്യങ്ങളും എന്ത് ചെയ്താ ആക്ഷരികമായ അഗ്നിയിൽ കത്തി അമർന്നുകൊണ്ടിരിക്കുക. ഉക്രൈൻ, റഷ്യയും ഇറാൻ, USA യുദ്ധക്കെടുതികൾ കുന്നുകൂട്ടിക്കൊണ്ടിരിക്കുക. ജനത്തെ കൊന്നു മുടിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ദൈവവചനത്തിൻ്റെ നിവൃത്തിയാണ് ദൈവമക്കളെ. ഇന്ന് ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം യാദൃച്ഛ്യമാണെന്ന് ആരും ചിന്തിക്കരുത്. യുദ്ധം നടന്നാൽ അതും ദൈവവചനത്തിൻ്റെ നിവൃത്തി. ക്ഷാമം നടന്നാൽ, ഭൂകമ്പം നടന്നാൽ അത് ദൈവവചനത്തിൻ്റെ നിവൃത്തി. നടക്കുന്ന മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തകർച്ചകളും, എല്ലാ ക്രൈസിസുകളും, എല്ലാ ആക്രമണങ്ങളും എല്ലാം വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രവാചകന്മാർ പ്രവചിച്ച, ഈ ലോകത്തിൻ്റെ വമ്പന്മാർ അടിച്ചു നോവിച്ച, വേദനിപ്പിച്ച, കഷ്ടപ്പെടുത്തിയ, കൊന്നുകളഞ്ഞ ദൈവത്തിൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ പ്രവചിച്ച പ്രാവചനിക സൂക്തങ്ങളുടെ നിവൃത്തിയാണ് എന്ന് പ്രബുദ്ധരായ ദൈവമക്കൾ ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ, സ്തോത്രം. ഇത് പറയുമ്പോൾ വേദനയോടാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. യിരെമ്യാപ്രവചനം 5:21 മുതൽ 31 വാക്യം ഇവിടെ വായിക്കും. ഒന്ന് വായിച്ചു നോക്കി. ഇതിൽ എന്താ എഴുതിയിരിക്കുന്നത്? യിരെമ്യാവ് 5:21 മുതൽ 31 വാക്യം. 1 കാര്യങ്ങൾ പറഞ്ഞിട്ട് 1 യോഹന്നാൻ്റെ വിഷയമാണ് നമ്മുടെ പഠന വിഷയം. 1 യോഹന്നാൻ്റെ ലേഖനം 1-ാം അധ്യായം. യിരെമ്യാവ് 5:21 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ആ ആ ആ ആ ആ ആ എൻ്റെ സന്നിധിയിൽ വിറക്കിയില്ലയോ? ആ ആ കടലിന് കവിഞ്ഞുകൂടാതെ വണ്ണം, അങ്ങനെ വായിക്കണം. ആ ആ കടലിന് മണൽ അതിലാക്കി വെച്ചിരിക്കുന്നു. നിൽക്ക് അവിടെ നിൽക്കട്ടെ. കടലിന് കടൽ കവിഞ്ഞുകൂടാതെ വണ്ണം മണൽ അതിരാക്കി വെച്ചിരിക്കുന്നത്. മണൽ പാറക്കഷ്ണമല്ല, നമ്മളെ പുലിമുട്ടുകളല്ല. ഈ ചെല്ലാനത്തൊക്കെ കടൽ അതിച്ച് കയറാതിരിക്കാൻ കോടിക്കണക്കിന് രൂപ മുടക്കി പുലിമുട്ടുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുക, മനുഷ്യനുണ്ടാക്കി വെച്ചിരിക്കുക. വലിയ വലിയ പാറക്കഷ്ണങ്ങൾ, ഒരു ഒമിനി വാനിൻ്റെ പൊക്കം വണ്ണമൊക്കെ ഉള്ള പാറക്കഷ്ണങ്ങൾ അട്ടിയായിട്ട് വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ചെല്ലാനത്തൊക്കെ കടൽ കയറാതെ വണ്ണം തമ്പുരാൻ വെച്ചേക്കുന്നത് ചുമ്മാ മണലുകൊണ്ട് വെച്ചേക്കുന്നത്. വായിച്ചോട്ടെ. ഞാനത് വായിക്കാം. നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലയോ, എൻ്റെ സന്നിധിയിൽ വിറയ്ക്കുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ കടലിന് കവിഞ്ഞുകൂടാതെ വണ്ണം നിത്യപ്രമാണമായി മണൽ അതിരാക്കി വെച്ചിരിക്കുന്നു. തിരകൾ അലച്ചാലും സാധിക്കയില്ല, എത്ര തന്നെ ഇരച്ചാലും അതിൽ കിടക്കയില്ല. ഈ ജനത്തിനോ ശാഠ്യവും മത്സരവും ഉള്ള ഹൃദയമുണ്ട്. അവർ ശഠിച്ചു പൊയ്ക്കളഞ്ഞു. മുൻമഴയും പിന്മഴയും ഇങ്ങനെ നമുക്ക് അതാത് സമയത്ത് വേണ്ടുന്ന മഴ തരികയും, ശ്രദ്ധിച്ചോണേ, മുൻമഴയുണ്ട് പിന്മഴയുണ്ട്, ഇതൊക്കെ ഓർഡർ തെറ്റിക്കിടക്കുക. ഈ ലോകത്തിൻ്റെ ജനത്തിൻ്റെ പാപം നിമിത്തം ഇത് മുഴുവൻ ഓർഡർ തെറ്റിക്കിടക്കി ആരും വിലപിച്ചിട്ടൊരു കഥയുമില്ല. ഇവിടുത്തെ ഗവൺമെൻറ് അല്ല,
ആര് വിചാരിച്ചാലും ഇതിനൊന്നൊരു പരിഹാരം ഉണ്ടാക്കാൻ, ഒരു ചുക്കും ഉണ്ടാക്കാൻ ആർക്കും കഴിയത്തില്ല. എന്തെങ്കിലുമൊക്കെ നച്ചാപിച്ച ചെയ്ത് ജനത്തിനൊരു ആശ്വാസം കൊടുക്കാന്നല്ലാതെ നിത്യമായ പ്രമാണം, സനാതനായ ദൈവത്തിൻ്റെ പ്രമാണം, എലോഹിയായ സർവശക്തനായ നിത്യനായ ദൈവത്തിൻ്റെ പ്രമാണം ലംഘിച്ചു പോകുന്ന ജനം കിടക്കുന്നിടത്തോളം കാലം ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല. പണ്ടാരെല്ലാം പറഞ്ഞ പോലെ ഇരുമ്പുള്ളി പോയിട്ട് ചുക്ക് കഷായം കുടിക്കുന്ന പോലെയുള്ള ഈ പ്രതിവിധികളൊക്കെ അടിസ്ഥാനപരമായിട്ട് വല്ലോ ഗുണവും വരണോ? ദൈവത്തിങ്കിലേക്ക് ജനം മടങ്ങി വരണം, സത്യദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം. വിഗ്രഹാരാധികളായ ക്രിസ്ത്യാനികളും ലോകസ്നേഹികളായ ദ്രവ്യാഗ്രഹികളും ഒക്കെയായി മാറി ഇന്ന് പുതിയ നിയമസഭയെന്ന് പറയുന്നവർ പോലും. മറ്റേ നാമധേയ സഭക്കാരുടെ കാര്യം പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഈ ജനത്തിന് ശാഠ്യവും മത്സരമുള്ള ഹൃദയമുണ്ട്. അവർ ശടിച്ചു പൊക്കളഞ്ഞിരിക്കുന്നു. മുൻമഴയും പിന്മഴയും ഇങ്ങനെ നമുക്ക് അതാത് സമയത്ത് വേണ്ടുന്ന മഴ തരികയും കൊയ്ത്തിന് കാലാവധി പറഞ്ഞു തരികയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ യഹോവയെ നാം ഭയപ്പെടുക എന്നവർ ഹൃദയത്തിൽ പറയുന്നതുമില്ല. ഇവ മാറിപ്പോകാൻ കാരണം എന്താ? മാറിപ്പോകാൻ കാരണം മണല് മാറിപ്പോകാൻ കാരണം നിങ്ങളുടെ അകൃത്യങ്ങൾ എത്രേ, നിങ്ങളുടെ പാപങ്ങൾ ഈ നന്മയ്ക്ക് മുടക്കം വന്നിരിക്കുന്നു. എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ദുഷ്ടന്മാരെ കാണുന്നു. അവർ വേടന്മാരെ പോലെ പതിയിരിക്കുന്നു. അവർ കുടുക്ക് വെച്ച് മനുഷ്യരെ പിടിക്കുന്നു. കൂട്ടിൽ പക്ഷി നിറഞ്ഞിരിക്കുന്നത് പോലെ അവരുടെ വീട്ടിൽ വഞ്ചന നിറഞ്ഞിരിക്കുന്നു. അവർ മഹാന്മാരും ധനവാന്മാരും ആയി തീർന്നിരിക്കുന്നു. ആരാ? ഉപദേശിമാരും അല്ല, വേറെ ആരാ? സ്തോത്രം. അവർ പുഷ്ടി വെച്ച് മിന്നുന്നു. ദുഷ്കാര്യങ്ങളിൽ അവർ കവിഞ്ഞിരിക്കുന്നു. അവർ അനാഥർക്ക് ഗുണം വരാതെ വണ്ണം അവരുടെ വ്യവഹാരം നടത്തുന്നില്ല. ദരിദ്രന്മാർക്ക് ന്യായപാലനം ചെയ്യുന്നതുമില്ല. ഇവ നിമിത്തം ഞാൻ സന്ദർശിക്കാതെ ഇരിക്കുമോ? ഇങ്ങനെയുള്ള ജാതിയോട് ഞാൻ പകരം ചെയ്യാതിരിക്കുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. വിസ്മയവും ഭയങ്കരവുമായത് ദേശത്ത് സംഭവിക്കുന്നു. പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു. പുരോഹിതന്മാരും അവരോടുകൂടി ഒരു കൈയായി നിന്ന് അധികാരം നടത്തുന്നു. എൻ്റെ ജനത്തിനത് ഇഷ്ടമാകുന്നു. എന്നാൽ ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? പ്രിയമുള്ളവരെ, ഈ പ്രവചന വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ. ഇനി ഈ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഒത്തിരി പ്രവചന പുസ്തകങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഈ മഴയെന്നുള്ളത് മഹാമാരിയായിട്ട്, ദൈവത്തിൻ്റെ ശിക്ഷയായിട്ട് നമുക്ക് കാണാൻ കഴിയും. മഹാമാരി, ക്ഷാമം, മഹാമാരി, അപ്പം വന്ന കോൽ ഒടിച്ചു കളയുക, മഹാമാരി വരുത്തുക, കാട്ടുമൃഗങ്ങൾ ഇറങ്ങി മനുഷ്യനെ തിന്നുക, ഇതൊക്കെ ദൈവത്തിൻ്റെ ശിക്ഷയായിട്ട് യെഹെസ്കേൽ, യിരെമ്യാവ്, യെശയ്യാവ് പ്രവചന പുസ്തകങ്ങൾ നന്നായി പഠിപ്പിക്കുന്നു. സ്തോത്രം. യെഹെസ്കേൽ 5:12-16 മഴയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് പഠിച്ചുകൊള്ളുക. 5:12-14 അത് വായിക്കാൻ സമയമില്ല. യിരെമ്യാവ് 29:17-18, യിരെമ്യാവ് 14:12, യിരെമ്യാവ് 2:13. സ്തോത്രം. യിരെമ്യാവ് 3:2-3 മുൻമഴ പിന്മഴ, ഇങ്ങനെ മഴയെക്കുറിച്ച് സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യവേദ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇതൊക്കെ ക്രമാതീതമായി പെയ്യേണ്ട മുൻമഴ പിന്മഴ മുഴുവൻ ഓർഡർ തെറ്റിപ്പോയാനുള്ള കാരണം, കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാരണം മനുഷ്യൻ്റെ വ്യതിയാനം എന്ന് നമ്മൾ പഠിക്കണം. വിവേകമുള്ളവരും ബുദ്ധിയുള്ളവരും അങ്ങനെ ചിന്തിച്ചോണം. മനുഷ്യൻ്റെ വ്യതിയാനം, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വ്യതിയാനം സംഭവിച്ചപ്പോൾ മഴയ്ക്കും പ്രകൃതികൾക്കൊക്കെ വ്യതിയാനം സംഭവിച്ചു എന്ന് പഠിക്കണം. സുബോധമുള്ളവരോടാണ് ഞാൻ ഈ പറയുന്നത്, സുബോധമില്ലാത്തവരോടല്ല. അതുകൊണ്ട് നമ്മൾ ആരും ഇതോർത്ത് മുതലക്കണ്ണീർ ഒഴുക്കിയിട്ട് ഒരു കഥയുമില്ല. ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതികളാണ്. ഒരൊറ്റ പോംവഴിയേ ഉള്ളൂ, ബാക്ക് ടു ഗോഡ്, ദൈവത്തിലേക്ക് മടങ്ങി വരിക, ദൈവപ്രമാണത്തിലേക്ക് മടങ്ങി വരിക. ഇത് ലവോദിക്ക അനുഭവത്തിൽ കിടക്കുക. ലവോദിക്ക അനുഭവം എന്താ? ദൈവസഭയുടെ അനുഭവം ലവോദിക്ക എന്താ? ആത്മിക കുരുടൻ, ആത്മിക ദരിദ്രൻ, ആത്മിക നഗ്നൻ. ലവോദിക്ക എന്നുള്ള 7 സഭയുടെ അവസാനത്തെ സഭയിലെ ദൂത് എല്ലാ പാസ്റ്റർമാരും വിശ്വാസികളും വായിച്ച് പഠിച്ചുകൊള്ളുക. ആത്മിക കുരുടന്മാരും ആത്മിക ദരിദ്രന്മാരും ആത്മിക നഗ്നന്മാരുമായി കിടക്കുക. തന്നിമിത്തം അരിഷ്ടന്മാരും നിർഭാഗ്യവാന്മാരുമായി പുതിയ നിയമസഭയിലെ ബഹുഭൂരിപക്ഷം വിശ്വാസികളും ശുശ്രൂഷ വൃന്ദങ്ങളും കിടക്കുന്നു എന്ന് വ്യക്തമായി, കൃത്യമായി, ഷാർപ്പായിട്ട് ഞാൻ വിളിച്ച് പറയും. സംശയമുള്ളവർ ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കുക. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ
വിശദമായ പഠനങ്ങളിലേക്ക് നിങ്ങളെ നടത്തുവാൻ കർത്താവിൽ എനിക്ക് ആഗ്രഹമുണ്ട്. കൃപയാൽ കൃപയാൽ കൃപയാൽ. വലിയ അറിവും പാണ്ഡിത്യമുള്ള ആളൊന്നുമല്ലെങ്കിലും ദൈവവചനത്തിലൂടെ കാര്യങ്ങളെ നിങ്ങളെ തിരിയപ്പെടുത്തുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ സ്തോത്രം, ഈ നടക്കുന്ന സംഭവങ്ങളെല്ലാം മണൽ കൊണ്ട് അതിന് വെച്ച ദൈവം മണൽ മാറാൻ കാരണം എന്താ? പ്രമാണം തെറ്റിച്ചതുകൊണ്ട്. മണൽ കൊണ്ട് അതിന് വെച്ചത് ഒരിച്ചിരി വെള്ളം വരുമ്പോൾ സ്തോത്രം അത് മാറാൻ പറ്റില്ല. കാരണം മണൽ കൊണ്ടാണെങ്കിലും ദൈവം മണൽ കൊണ്ടാണെങ്കിലും അതിന് വെച്ചാൽ ആ വെള്ളം എത്ര ശക്തിയായിട്ട് വന്നാലും അത് കടക്കില്ല. കാരണം അത് ദൈവമാ മണലായിട്ട് അതിനായിട്ട് വെച്ചിരിക്കുന്നേ. ഇവിടെ പുലിമുട്ടും വലിയ വലിയ പാറക്കഷ്ണങ്ങളും കൊണ്ടുവന്ന് സർക്കാരും ഇവിടെയുള്ള വലിയ വലിയ ആൾക്കാരൊക്കെ ഇട്ട് കടലിനെ നിയന്ത്രിക്കുന്നു. തമ്പുരം വെറും മണൽ കൊണ്ടാണ് വെച്ചേക്കുന്നത്. ആ മണലിനപ്പുറം വെള്ളം നിൽക്കും. പക്ഷേ അത് നിൽക്കാതെ അതിക്രമിച്ച് കടക്കുന്നത് പ്രവാചകന്റെ ശബ്ദം ജനത്തിൻ്റെ പാപമെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. വിശ്വാസികൾ എന്ന് പറയുന്നവർ പോലും ദൈവസനിൽ പാപം ചെയ്തുകൊണ്ടിരിക്കുക. അവർ ദൈവവചനത്തെ പുറംകാല കൊണ്ട് തട്ടിക്കളഞ്ഞ് തന്നിഷ്ടപ്രകാരം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായി അവർ മാറിയിരിക്കുക. അത് മുഖാന്തരമായി ഈ അനർത്ഥങ്ങളൊക്കെ വരുന്നത്. 2 ദിനവാർത്തം 7:14 എന്താ പറയുന്നത്? എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടുതിരിഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുമെങ്കിൽ ഞാൻ സ്വർഗ്ഗത്തിൽ പ്രാർത്ഥന കേട്ട് ദേശത്തിന് സൗഖ്യം വരുത്തി. ഇപ്പം ദേശത്തിന് സൗഖ്യമില്ല. ദേശം ICU കിടക്കുക. എൻ്റെ പ്രസംഗ ഭാഷയാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞ് കിടക്കുക. അർത്ഥം ദേശത്തിലെ ദേശനിവാസികളും നല്ലൊരു ശതമാനം വിശ്വാസികളും ICU കിടക്കുക. ആത്മീകമായി ചത്തോണ്ടിരിക്കുക. ജീവൻ പോണം നരകത്തിലോട്ട് പോകാൻ. ആ പരുവത്തിൽ കിടക്കുക. ദൈവമക്കളെ മനസ്സിലാക്കണം. ഞാനിത് വെറുതെ പറയുകയല്ല, 10-50 വർഷത്തെ പഠനവും പരിചയവും കൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കൊരൊറ്റ വഴിയേ ഉള്ളൂ. പുതിയ നിയമസഭയ്ക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ. ക്രിസ്തുവിൻ്റെ പ്രമാണത്തിലേക്ക്, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലേക്ക്, പഥ്യവചനത്തിലേക്ക്, പഥ്യോപദേശത്തിലേക്ക് സഭകൾ മടങ്ങി വന്ന് യഥാസ്ഥാനപ്പെട്ട് ദൈവത്തിൽ കടന്ന് കരഞ്ഞ് നിലവിളിച്ചാൽ കർത്താവിൻ്റെ വരവിൽ നമുക്ക് പോകാം. ഇല്ലെങ്കിൽ നമ്മുടെ കാര്യവും അധോഗതി എന്ന് പറഞ്ഞ് ഞാൻ എന്നെ ഏൽപ്പിച്ച വചനത്തിലേക്ക് വരികയാണ്. യോഹന്നാൻ്റെ 1-ാം ലേഖനം, എൻ്റെ 1-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യമാണ് നമ്മുടെ ഇന്നത്തെ പഠന വിഷയം. വളരെ ശ്രദ്ധേയമായൊരു പഠനമാണ് 1 യോഹന്നാൻ 1 മുതൽ 10 വരെയുള്ള വാക്യം. 1 യോഹന്നാൻ എന്നല്ല, ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെന്ന് പറയപ്പെടുന്ന വാക്കിനാൽ തന്ന പ്രമാണം, പ്രവൃത്തി പുസ്തകം, ലേഖനങ്ങളിലൂടെ തന്നത് റോമാലേഖനം മുതൽ യൂദരുടെ ലേഖനം വരെ. ഓക്കെ, വെളിപ്പാട് പുസ്തകം 1, 2, 3 അധ്യായങ്ങൾ കൂടി പുതിയ നിയമസഭയ്ക്ക് വേണ്ടിയുള്ളതാണ്. 4-ാമത്തെ അധ്യായത്തിൽ സഭ സ്വർഗത്തിൽ കാണുന്നു എന്നാണ് വചനം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയും വേദഭാഗങ്ങൾ ഞങ്ങൾ വാക്കിനാൽ ലേഖനത്താൽ തന്നെ ഈ പ്രമാണങ്ങൾ നമുക്ക് വേണ്ടി ഉള്ളതാണ്. അത് വായിക്കുക, അത് പഠിക്കുക, അത് അനുസരിക്കുക. അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉത്തമം. അല്ലാത്ത പണികളൊക്കെ വെറും പാഴ്പണികളാണെന്ന് പറഞ്ഞു വെക്കട്ടെ. സ്തോത്രം. അപ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ്റെ 1-ാം ലേഖനം 1, 2, 3, 4, 5 അധ്യായങ്ങളുള്ള ഈ ലേഖനം, 2-ാം ലേഖനം 1-ാം അധ്യായം, 3-ാം ലേഖനം 1-ാം അധ്യായം. ഈ ലേഖനങ്ങളൊക്കെ വായിച്ച് പഠിക്കുന്നവർ വളരെ ചുരുക്കമാണ്, വളരെ ചുരുക്കം. ലേഖനങ്ങൾ പ്രസംഗിക്കുന്ന പാസ്റ്റർമാർ ഇന്ന് ഭൂമിയിലില്ല. അഥവാ പ്രസംഗിച്ചാൽ തന്നെ എടുത്ത് പ്രസംഗിച്ചിട്ട് മനസ്സിൽ തോന്നുന്നതും വായി വരുന്നതൊക്കെ വിളിച്ച് പറയുക. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നതെന്ന് പറയുന്നവർ വളരെ കുറവ്. ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം, അനേകരുടെ പ്രസംഗങ്ങൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുക, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഓരോരുത്തർ പറയുന്ന വലിയ ഇൻ്റർനാഷണൽ സെലിബ്രിറ്റി പ്രാസംഗികന്മാരുടെ പ്രസംഗങ്ങളൊക്കെ ഞാൻ കേട്ടിട്ട് എടുത്ത് ചവിറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുക. കാരണം അതിലൊന്നുമില്ല, നമുക്ക് ഗുണമായിട്ടുള്ളത് ഒന്നുമില്ല അതിൽ. അതാ അതിൻ്റെ കാരണം. ഇതാ സ്കൂളിൽ പോകാത്ത, മീൻ പിടിക്കാൻ മാത്രം പരിചയമുള്ള ഒരു അപ്പോസ്തലൻ എഴുതി വച്ചിരിക്കുന്ന വാക്യമാണ് നമ്മൾ പഠിക്കുന്നത്. യോഹന്നാൻ, പത്രോസ്, പിന്നെ യാക്കോബ്, ഇവരാരാണ്? ഇവരാരാണ്? സഭയുടെ തൂണുകളായ യോഹന്നാൻ, യാക്കോബ്, അപ്പോസ്തലൻ, ദ പില്ലേഴ്സ് ഓഫ് ചർച്ച്. സഭയുടെ തൂണുകളാണ് അവർ പറയുന്ന ഉപദേശത്തിൽ ആ സഭ നിൽക്കുന്നേ. അവരോടൊപ്പം യൂദയും പൗലോസും കൂടി ആഡ് ചെയ്യപ്പെടുന്നുണ്ട്, 5 അപ്പോസ്തലന്മാർ. അവരാ സഭയുടെ തൂണുകൾ.
ഇപ്പോൾ മെട്രോ ഓടുന്നത് ഈ തൂണുകളിലൂടെയാണ്. ആ തൂണിനെ കുറിച്ച് ഞാൻ ഇവിടെ ഈ തൂണ് പണിതുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പോയി കാണാനൊക്കെ ഇടയായി. ഒരു വലിയ കുഴിയാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ മീറ്റർ ആഴത്തിലേക്കാണ് കുടിക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ഒത്തിരി കുഴി കുടിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ ഇങ്ങനെ ഇത്രയും കുഴി? കുറച്ച് കുടിച്ചിട്ടങ്ങ് നിർത്തിയാൽ പോരാ. ഈ കുടിച്ച് റോക്ക് പാറ കാണണം. പാറ കണ്ടിട്ട് ആ പാറയിൽ ഏകദേശം 1 മീറ്റർ 1-2 മീറ്റർ കുഴിച്ചിട്ട് വേണം അതിൽ കമ്പി ഇറക്കി അവിടെ നിന്ന് വേണം വാർത്ത് പൊക്കിയെടുത്ത് തൂണുകളാക്കി അതിൽ വേണം പ്ലേറ്റുകളൊക്കെ റെഡിയാക്കി വെച്ച് മെട്രോ ഓടിക്കാൻ. ഇല്ലെങ്കിൽ എന്താ പറ്റും? പത്തടിപ്പാലത്ത്, ഞങ്ങളുടെ ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ഉള്ളൂ, പത്തടിപ്പാലത്ത് ഒരു തൂണ് ഇങ്ങനെ ചരിഞ്ഞു പോയെന്ന് പറഞ്ഞിട്ടുണ്ടായി. കാര്യം എന്താ? എന്തോ ഒരു ചെറിയ വശം പറ്റി, തൂണ് ചരിഞ്ഞു പോയി. പുതിയ നിയമസഭയുടെ സൂണായ ഇന്നത്തെ പുതിയ അപ്പോസ്റ്റലന്മാരെന്ന് പറയുന്ന വ്യാജന്മാർ അവർ ചരിഞ്ഞും പറഞ്ഞും കിടക്കുന്നതുകൊണ്ട് സഭ ചരിഞ്ഞു പറഞ്ഞ് നശിച്ച് നാമാവിച്ഛേദമായി കിടക്കുക. സഭ ഭൂമിയിൽ ഇല്ലെന്ന് പറഞ്ഞാൽ സത്യമാണ്. സഭയ്ക്കൊരു ഫൗണ്ടേഷൻ ഇല്ലേ? സഭയ്ക്കൊരു പ്രമാണമില്ലേ? സഭയ്ക്കൊരു വ്യവസ്ഥയില്ലേ? സഭയ്ക്ക് ലിഖിതമായൊരു പ്രമാണമില്ലേ? ആ പ്രമാണമില്ലെങ്കിൽ എങ്ങനെ സഭയാകും? കുറെ പാട്ട് പാടി കൂട്ടിയുണ്ടോ, കുറെ ബഹളം വെച്ചുകൊണ്ടോ, കുറെ ഒച്ചയും ബഹളം എടുത്തുകൊണ്ടോ സഭയാവുമോ? ഇല്ല. സഭയിൽ എന്ത് നടക്കണം? അപ്പോസ്തലന്മാരുടെ ഉപദേശം പ്രസംഗിക്കപ്പെടണം. പുതിയ നിയമസഭയുടെ ആദ്യത്തെ സഭ ഏതാ? പ്രവൃത്തി 2 3000 പേർ. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു. അങ്ങനെ അപ്പോസ്തലന്മാരുടെ ഉപദേശം ഇല്ല സഭകളിൽ. അവിടെ കൂടി വന്ന് കുറെ ബഹളം വെച്ചങ്ങ് പോവുക, എന്തെങ്കിലുമൊക്കെ വായിത്തോന്നൊക്കെ വിളിച്ച് പറയുക. അടിസ്ഥാനപരമായി വിശ്വാസികളെ വചനം പഠിപ്പിച്ച് ക്രിസ്തുവിന്റെ സമൃദ്ധയായ പ്രായത്തിനളവിലേക്ക് നടത്തിയെടുക്കുന്ന ഒരു രീതി കാണുന്നില്ല. ഞാൻ വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായത്. ഓരോ സഭകളിലെ ഓരോ ലീഡർമാരും ഓരോ പ്രാസംഗികന്മാരും പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളെല്ലാം കേൾക്കുന്നില്ലെങ്കിൽ 1, 2, 3 ഒക്കെ എടുത്ത് വെച്ച് കേൾക്കും. ഇവരെന്തൊക്കെ ഈ പറഞ്ഞു പിടിപ്പിക്കുന്നുണ്ട് നോക്കിയിട്ട് ഒരു ഗുണവുമില്ല ജനത്തിന്. കാരണം ഇവരാൽ നടത്തപ്പെടുന്ന വിശ്വാസികളെ പഠിച്ചിട്ട് ഒരു ഗുണവും കാണുന്നില്ല അവരിൽ. എല്ലാം അഴഞ്ഞുഴഞ്ഞ്. എഫേസ്യർ 4:14 എന്താ കാണുന്നത്? എഫേസ്യർ 4:14 വായിച്ചു കൊടുത്തേ. ഒന്ന് വായിച്ചേ. ഇതൊക്കെ ഒന്ന് വായിച്ച് പഠിക്കുക. ജീവൻ പോകുന്നതിന് മുമ്പ് ഈ വാക്യങ്ങൾ എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. എഫേസ്യർ 4:14. എനിക്കിതൊക്കെ കാണാമെന്നറിയാവുന്ന വാക്യങ്ങളാണ്, കാരണം ഇതിപ്പോഴും പറയുന്നുണ്ട്. എഫേസ്യർ 4:14. ഇത്രയും സമയം എടുക്കണോ? അങ്ങനെ നാം മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊഴുന്ന ശിശുക്കളായിരിക്കാതെ മതി. അപ്പൊ ഉപദേശത്തിന്റെ കാറ്റിനാൽ അലഞ്ഞൊഴുന്ന ശിശു. ഈ ദേവസഭയില് സ്പീക്കർ ഇടതുപക്ഷം വലതുപക്ഷം BJP 3 പാർട്ടികളാണല്ലോ ഉള്ളത്. എവിടെയൊക്കെ മെമ്പർമാർ MLA ഇരുന്നു കൊണ്ട് ഇവരുടെ കസർത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് കേൾക്കും. കാരണം എന്താ വെച്ചാൽ കേട്ട് പഠിക്കാനുള്ള ഒത്തിരി കാര്യങ്ങൾ. ഈ കസർത്ത് നടത്തുമ്പോൾ ഇവർ പറയുന്നത്, സാർ ഈ ഭരണപക്ഷം ചെയ്യുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് സാർ. അപ്പോൾ ചോദിക്കുക, എന്താ അത് ഇന്ന രീതിയിലാണ് ഭരണഘടന കിടക്കുന്നത്, ഇവർ ചെയ്യുന്നത് ഇന്ന രീതിയിലാണ്. അപ്പോൾ അവർക്കത് മിണ്ടായിരിക്കുമോ? ഒന്നും മിണ്ടാൻ പറ്റാത്ത നാവടഞ്ഞു പോകും. കാരണം എന്താ? ഭരണഘടനയിൽ ലിഖിതമായി എഴുതി വച്ചിരിക്കുന്ന ഒരു നിയമസംഹിതയ്ക്ക് വിപരീതമായി ഏത് ഗവൺമെൻറ് പ്രവർത്തിച്ചാലും അതിനെ ചൂണ്ടിക്കാണിക്കാനും അതിനെതിരെ ശബ്ദമുയർത്താനും അതിനെതിരെ ചോദ്യം ചെയ്യാനും പ്രതിപക്ഷത്തിനും മറ്റ് പൊതുജനങ്ങൾക്കും അവകാശമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഈ ഒച്ചയെടുക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിലുള്ള കാരണം സത്യവേദ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ദൈവസഭയുടെ പ്രമാണവും ദൈവസഭയുടെ വ്യവസ്ഥകളെല്ലാം കാറ്റിൽ പറത്തി അവർക്ക് തോന്നിയ പോലെ ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് 94-കാരനായ ഒരു ഉപദേഷ്ടാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ധനസമ്പാദനത്തിന് വേണ്ടി പുസ്തകം എടുത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ഷൈൻ ചെയ്യാൻ. സിനിമാ നടന്മാരെ പോലെ വേഷവിധാനമൊക്കെ ചെയ്ത് വന്നിരുന്ന് പ്രസംഗിച്ച് ആൾക്കാരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക, ചതിച്ചുകൊണ്ടിരിക്കുക എന്ന് ഞാൻ എത്ര വർഷങ്ങളായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. അതെൻ്റെ മരണം വരെ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. കാരണം ഇത് കണ്ടും കേട്ടും ഞാൻ മടുത്തു, പ്രിയമുള്ളവരെ. അതുകൊണ്ട് അപ്പോസ്തലന്റെ വാക്കിലേക്ക് ശ്രദ്ധ ചെലുത്തുവാൻ ഞാൻ നിങ്ങളെ ശ്രമിക്കുന്നു. 1 യോഹന്നാൻ 1:8
ആദ്യത്തെ വാക്യം വായിച്ചാട്ടെ പാസ്റ്റർമ്മ. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുന്നു. ഈ ഒറ്റ വാക്യം മതി പ്രസംഗം തീരാൻ. ഒരു കൂടുതലൊന്നും പ്രസംഗിക്കണ്ട. പുതിയ നിയമസഭയ്ക്ക് വേണ്ടി യേശുക്രിസ്തുവിന്റെ മാറിൽ ചാരിയിരുന്ന അപ്പോസ്തലൻ. എല്ലാ ശിഷ്യന്മാരും അവിടെ ഇവിടെയൊക്കെ ചാരിയിരിക്കുന്നത്. ഈ ശിഷ്യൻ എവിടെ ചാരിയിരിക്കുക? മാറിൽ ചാരിയിരിക്കുക. യേശുവിന്റെ മാറിൽ ചാരിയിരുന്നപ്പോൾ യോഹന്നാന്റെ ഒരു കാര്യം മനസ്സിലായി. ഈ മാറിൽ ചാരിയിരിക്കുമ്പോൾ ഒരു സ്പന്ദനം കേൾക്കാം, ഹൃദയത്തിന്റെ ഇടിപ്പ്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ തുടിപ്പല്ല ഇത്, ഇതൊരു പ്രത്യേക നിലയിലുള്ള തുടിപ്പാണ്. അപ്പൊ അതിൽ നിന്ന് യോഹന്നാന് മനസ്സിലായി, ഇത് സാക്ഷാൽ ദൈവമാണ്, അല്ലെങ്കിൽ ദൈവപുത്രനാണ്, അല്ലെങ്കിൽ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്, ഇത് ദൈവമാണെന്ന് യോഹന്നാന് മനസ്സിലായി. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷ ലേഖനങ്ങളിലൊക്കെ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ശക്തമായ നിലയിൽ യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടത്, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത്, ഞങ്ങൾ നോക്കിയത്, ഞങ്ങളുടെ കൈ തൊട്ടത് ആയ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യും. അപ്പൊ ഇത് ആരെ കുറിച്ചായി പറയുന്നത്? ആരെ കുറിച്ചായി പറയുന്നത്? യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ യേശുക്രിസ്തു, നിത്യജീവൻ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ നിത്യജീവനാകുന്നു, ഞാൻ വഴിയാകുന്നു, ഞാൻ സത്യമാകുന്നു. അപ്പൊ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത് യേശുക്രിസ്തുവിനെയാ. പത്രോസും പൗലോസും യോഹന്നാനും പ്രസംഗിച്ചത് യേശുക്രിസ്തുവിനെയാ. ഇന്നത്തെ പ്രസംഗമോ 10 ചക്രം എങ്ങനെ ഉണ്ടാക്കാന്നുള്ള പ്രസംഗങ്ങളാണ്. ആളെ കൂട്ടുക. പണ്ടാരെല്ലാം പറഞ്ഞ പോലെ ആളെ കൂട്ടിയ പാമ്പ് ചാകത്തില്ലെന്ന് കേട്ടിട്ടില്ലേ? ചവ്വോ പാമ്പ്? ഇല്ല. പാമ്പ് ചാകണമെങ്കിൽ പാമ്പിനെ അടിക്കാൻ വിദഗ്ധമായി മുമ്പൊക്കെ പാമ്പിനെ അടിച്ചു കൊന്ന് ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പാമ്പിനെ അടിച്ച് കൊല്ലാൻ നല്ല കഴിവുള്ളവരും ധൈര്യമുള്ളവരുമായ 1-2 പേര് വടിയായിട്ട് ഇറങ്ങിയ പാമ്പ് ചാവും. അല്ല, ആള് കൂടിയ പാമ്പ് ചാവുമോ? ഇല്ല. അപ്പൊ ആള് കൂടുന്നതിൻ്റെയൊക്കെ ലക്ഷ്യം വേറെയാണെന്ന് പ്രബുദ്ധരായ ദൈവമക്കൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ മനസ്സിലാകാത്തവർ മനസ്സിലാക്കിക്കോണം ഇനിയെങ്കിലും. സ്തോത്രം. ഈ അപ്പോസ്തലന്മാർ അറിയിക്കുന്നത് ആരെയാ? യേശുക്രിസ്തുവിനെയാ. ഇവർ അറിയിച്ചതുപോലെ മോശയ്ക്കോ പഴയ നിയമത്തിലെ വിശുദ്ധന്മാർക്ക് ആർക്കെങ്കിലും അറിയിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം അവരെ പോലെ അറിയിക്കാൻ ആർക്കും പറ്റില്ല. എന്താ കാര്യം? ഞങ്ങൾ കണ്ടു മറുരൂപമലയിൽ യേശുക്രിസ്തുവിൻ്റെ, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ വായിക്കേണ്ട, സമയത്തിൻ്റെ ദൗർലഭ്യം കൊണ്ട് വായിക്കേണ്ട, പഠിക്കാനുള്ളവർക്ക് വേണ്ടി പറയുകയാണ്. അവർ നോട്ട് ചെയ്ത് വായിച്ചു കൊടുക്കുക. യേശുക്രിസ്തുവിനെ അവർ മറുരൂപമലയിൽ വെച്ച് യോഹന്നാൻ, യാക്കോബ്, പത്രോസ് കാണുകയാണ്. ഗുരു, നമ്മളിവിടെ ഇരിക്കുന്നത് നല്ലത്, നമുക്ക് 3 കുടിലുണ്ടാക്കാം, ഇവിടെ നമുക്ക് പോകാൻ മനസ്സില്ല. ആ ദൈവ സാന്നിധ്യത്തിൻ്റെ ആ സന്തോഷത്തിൽ അവരവിടെ ഇരിക്കുക. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവിനെ കാണുന്നത് ലോകത്തിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്ത ശുഭ്രവസ്ത്രധാരിയായി തേജസ്സിൻ്റെ ശരീരം പ്രാപിച്ച്, അല്ലെങ്കിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് രൂപാന്തര ശരീരം പ്രാപിച്ച ആ അവസ്ഥയിൽ ക്രിസ്തുവിനെ അവർ മറുരൂപമലയിൽ കാണുകയാണ്. ആ കണ്ടതിനെ കുറിച്ച് ഇവിടെ പറയുന്നത്. ഞങ്ങൾ കണ്ടു, ഞങ്ങൾ കർത്താവിൽ നിന്ന് കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിനെന്നുള്ള ദൈവശബ്ദം അവർ കേട്ടു. അതുപോലെ ആരാ കേട്ടത്? മോശ കേട്ടോ? ദാവീദ് കേട്ടോ? ശലോമോൻ കേട്ടോ? പഴയ നിയമത്തിലെ ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്ക് കേട്ടോ? നോഹ കേട്ടോ? ആരും കേട്ടില്ല. ദൈവപുത്രന്റെ ശബ്ദം ആരും കേട്ടില്ല.
ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശുക്രിസ്തു സാക്ഷാൽ ദൈവമായവൻ, ദൈവപുത്രനായവൻ, അവൻ്റെ ശബ്ദം കേട്ട് ആരുമില്ല. അവനോട് കൂടെ നടന്ന് അപ്പം തിന്ന് സന്തോഷിച്ച് കഷ്ടതകളും ദുഃഖങ്ങളും ഒരുമിച്ച് ഷെയർ ചെയ്ത് പങ്കുവെച്ച വാത്സല്യ ശിഷ്യന്മാരായ കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരല്ലാതെ മറ്റാരും യേശുക്രിസ്തു പറഞ്ഞത് കേട്ടില്ല, യേശുക്രിസ്തുവിനെ കണ്ടില്ല, യേശുക്രിസ്തുവിനോട് കൂടെ നടന്നില്ല, യേശുക്രിസ്തു അപ്പം നുറുക്കി കൊടുത്തത് ഭക്ഷിച്ചില്ല. അവർ കണ്ടതും കേട്ടതും തൊട്ടതും ഒക്കെ നമുക്ക് അറിയിച്ചു തന്നിരിക്കുന്നു. അത് നമ്മൾ അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് വല്ല ഗുണമുണ്ടാകും, അല്ലെങ്കിൽ ഒരു ഗുണവും ഉണ്ടാവില്ല. അപ്പോസ്തലന്മാരുടെ പ്രത്യേകത ആർക്കും അറിയത്തില്ല. ഞാനൊരു വാക്യം മാത്രം വായിച്ച് നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഇവിടെ ഇപ്പോൾ വായിക്കും. ഒന്ന് ശ്രദ്ധിച്ചോണേ. സ്തോത്രം. ആമേൻ. ബദ്ധനായിരിക്കുന്നു. ആമേൻ. വെളിപ്പാടിനാൽ ഒരു മർമ്മം അറിവായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ഈ മർമ്മം, ഈ വാക്യം ശ്രദ്ധിക്കണം. ഈ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്കാർക്കും അറിവായി വന്നിരുന്നില്ല.